രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏതാണ്? അതാണ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. കാർസാപ്പ്, KARSAP. ഇതാണ് ആൻസർ വരുന്നത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ K, C, D, A കൊടുത്തിട്ടുണ്ട്. ആൻസർ കമൻറ്റ് ചെയ്യുക. വൈറ്റമിൻ ഏതാണ്? D ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? എഡ്വേർഡ് O. വിൽസൺ, ടാൻസ്ലി, യൂജിൻ P. ഓസം, വാൾട്ടർ G. റോസൺ. ജൈവ